ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായ എന്നുറച്ചിടുന്നു ഞാൻ. കലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായ എന്നുറച്ചിടുന്നു ഞാൻ. കാന്തനെ വരവിനെത്ര താമസം വിഭോ, കതു പാരിതിൽ ഞാൻ പാർത്തിടുന്നവോ. കാന്തനെ വരവിനെത്ര താമസം വിഭോ, കതു പാരിതിൽ ഞാൻ പാർത്തിടുന്നവോ. കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായ എന്നുറച്ചിടുന്നു ഞാൻ. രാജ്യത്തോടെതിർത്തു തോൽപ്പിച്ചിടുന്നു. ജാതിയോട് പോരിനായുധങ്ങളാ രാജ്യത്തോടെതിർത്തു തോൽപ്പിച്ചിടുന്നു. കാന്തനെ നിൻ വരവിനെത്ര കാത്തിടേണം ഞാൻ. കാന്തനെ നിൻ വരവിനെത്ര കാത്തിടേണം ഞാൻ. വന്നു കൺമരാശയേറി കാത്തിടുന്നു ഞാൻ. വന്നു കൺമരാശയേറി കാത്തിടുന്നു ഞാൻ. കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായ എന്നുറച്ചിടുന്നു ഞാൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു എളിയ സാക്ഷിയായിട്ട് എഴുന്നേറ്റ് നിൽക്കുവാൻ കർത്താവ് വീണ്ടും കൃപ തന്നതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് ഒരു വാക്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ വേദപുസ്തകം എടുത്തത് വായിച്ചു. അതിങ്ങനെയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം അവസാന വാക്യമാണ്. ആകയാൽ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ പറയുന്നത്. നിങ്ങൾ ഉറപ്പുള്ളവരാകണം. നിങ്ങൾ കുലുങ്ങിപ്പോകരുത്. ഈ ലോക ജീവിതത്തിലെ ഭാരങ്ങൾ കേട്ടോ, വിഷയങ്ങൾ അറിഞ്ഞോ, ഈ ലോകത്ത് എൻ്റേതായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴോ, രോഗങ്ങൾ വരുമ്പോഴോ, അത്യാഹിതങ്ങളോ ആപത്തുകളോ വരുമ്പോഴോ നിങ്ങൾ കുലുങ്ങിപ്പോകരുത് മക്കളെ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ പറയുന്നത്. നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം, ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനപ്പെട്ടവരായിരിക്കണം. നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ കർത്താവ് പ്രസാദിക്കുന്ന ജീവിതം ഞാൻ നയിക്കും, എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വരികയില്ല എന്നുള്ള വിശ്വാസത്തിൽ നിൽക്കണം. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുകയും. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ശുശ്രൂഷയിലായിരിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പ്രയത്നമൊന്നും കർത്താവിൽ ഒരിക്കലും വ്യർത്ഥമല്ല എന്ന്. പ്രിയമുള്ളവരെ, മരണത്തിനപ്പുറം ഒരു നിത്യതയുണ്ട്. ഇവിടെ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ പ്രതിഫലമുണ്ട്. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടവരാണ്.
അവിശ്വാസികളുടെ കാര്യമല്ല, വിശ്വാസികളുടെ കാര്യമാണ് പറയുന്നത്. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതെന്തിനാണ് നിൽക്കുന്നത്? ആ ന്യായാസനത്തിന് മുമ്പിലുള്ള നിൽപ്പ് അത് വിശ്വാസികളുടെ നിൽപ്പാണ്. ആ നിൽപ്പ് പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ പ്രതിഫലം ലഭിക്കാം, അല്ലെങ്കിൽ പ്രതിഫലം നിഷേധിക്കാം. പക്ഷേ അവിശ്വാസികൾക്ക് വരുന്നതായ ന്യായവിധി അത് ഭയങ്കരമായ ന്യായവിധിയാണ്. അത് ഭയാനകമായ ശിക്ഷാവിധിക്കുള്ള ന്യായവിധിയാണ്. അതിനെക്കുറിച്ച് വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട് മരണത്തിനപ്പുറമുള്ള ന്യായവിധിയെക്കുറിച്ച്. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ന്യായവിധി. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ന്യായവിധി എന്ന് വേദപുസ്തകം പറയുന്നു. വെളിച്ചമായ ക്രിസ്തു ലോകത്തിൽ വന്നിട്ടും, രക്ഷകനായ യേശു വന്നിട്ടും യേശുവിനെ കൈക്കൊള്ളാതെ, യേശുവിനെ പ്രസാദിപ്പിക്കാതെ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് അന്വേഷിക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഈ ലോകത്തിൽ പാപിയായിട്ട് ജീവിക്കുന്നവർക്കുള്ള ന്യായവിധി അത് ശിക്ഷാവിധിയിലേക്കുള്ള ന്യായവിധിയാണ്. അതിനുശേഷം നിത്യ നരകമാണ്. കെടാത്ത തീയും ചാവാത്ത പുഴുവുമുള്ള നരകം, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന നരകം. അതല്ല, സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളണമെന്ന്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ആരിൽ വിശ്വസിക്കേണ്ടവനെ? മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി, അത് സംഖ്യാപുസ്തകത്തിലെ സംഭവമാണ്. അന്ന് അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് മാനവജാതി മുഴുവനും വീഴുകയാണ്. അവർ പാപം ചെയ്തപ്പോൾ, അവർ ദൈവത്തിനെതിരായിട്ട് പാപം ചെയ്തപ്പോൾ അവർ എല്ലാവരും ആത്മാവിൽ മരിക്കുകയാണ്. പാപം ചെയ്ത ദേഹി മരിക്കുമെന്നുള്ള വചനമനുസരിച്ച് അവർ അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് വീണപ്പോൾ അന്ന് ദൈവം മോശയോട് പറഞ്ഞു, മോശ പ്രാർത്ഥിച്ചപ്പോൾ മോശയോട് പറഞ്ഞു, നീ താമരം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കുക. വിശ്വാസത്തോടെ എൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ആരെങ്കിലും ഈ താമ്ര സർപ്പത്തെ നോക്കിയാൽ കടിയേൽക്കുന്നവൻ ജീവൻ പ്രാപിക്കും എന്ന് പറഞ്ഞു. ആ വിഷയമാണ് കർത്താവ് യേശു ക്രിസ്തു നിക്കോദെമോസിനോട് സംസാരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. ആ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, ആ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുക, യേശുക്രിസ്തുവിനെ അനുസരിക്കുക, യേശു പറഞ്ഞതായ വചനം അനുസരിച്ച് ജീവിക്കുക, യേശുക്രിസ്തുവിനെ അനുഗമിക്കുക, അങ്ങനെയുള്ളവർക്ക് കിട്ടുന്നതായ സ്ഥലം ആണ് സ്വർഗരാജ്യം. അവർക്കാണ് നിത്യജീവൻ കിട്ടുന്നത്. അവരാണ് പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത്. പുത്രൻ മൂലമുള്ള രക്ഷ. ഇറ്റാലിയൻ സംഗീത സംവിധായകനായ ജിയാക്കോമോ പുച്ചിനി എന്ന് പറയുന്നതായ ഒരു പ്രശസ്തനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വ്യക്തിയാണ്. ഇറ്റാലിയൻ സംഗീത സംവിധായകനാണ്. അദ്ദേഹം അനേകം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളെല്ലാം വളരെ പ്രശസ്തമാണ്. അദ്ദേഹത്തിന് ഒരുപാട് ആരാധക വൃന്ദങ്ങൾ ഉണ്ടായിരുന്നു, അനേക ആരാധകരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ലതുപോലെ ധനമുണ്ടായി, നല്ലതുപോലെ കീർത്തി ഉണ്ടായി, നല്ലതുപോലെ പ്രശസ്തിയും കിട്ടി, നല്ല സ്ഥാനമാനങ്ങളും ഉന്നതികളെല്ലാം അദ്ദേഹത്തിന് കിട്ടി. ഈ ലോകപ്രകാരം നോക്കിയാൽ സന്തോഷിക്കാൻ തക്കവണ്ണം, സന്തോഷമുള്ള ജീവിതം നയിക്കാൻ തക്കവണ്ണം എല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രശസ്തിയുടെ ഉച്ചകോടിയിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതി, വിജയമോ, മരണം ഒഴിവാക്കാൻ കഴിയുമോ, വാർദ്ധക്യം ഒഴിവാക്കാൻ കഴിയുമോ, രോഗം ഒഴിവാക്കാൻ കഴിയുമോ? എങ്കിൽ അത് വിജയമാണെന്ന് പറയാം. ഈ ലോകത്ത് എന്തെല്ലാം നേടിയാലും ഒരിക്കൽ വാർദ്ധക്യവും മരണവും വരികയില്ലേ, രോഗവും മരണവും വരികയില്ലേ? അത് ഒഴിവാക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം പറയുകയാണ്. എനിക്ക് ഒരുപാട് നാടകങ്ങൾ എഴുതണമെന്നുണ്ട്, ഒരുപാട് സംഗീതങ്ങൾ രചിക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ ശക്തി ക്ഷയിച്ചു പോവുകയാണ്, എനിക്ക് ഒന്നിനും വയ്യാതായിരിക്കുകയാണ് എന്ന്. പ്രിയമുള്ളവരെ, ഈ ലോകപ്രകാരം എത്രയെല്ലാം സമ്പൽ സമൃദ്ധി ഉണ്ടായാലും, എത്രയെല്ലാം പ്രശസ്തി ഉണ്ടായാലും, എത്രയെല്ലാം സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഉണ്ടായാലും മനുഷ്യർ മാനിച്ചെങ്കിലും അതെല്ലാം ശവക്കുഴി വരെ മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, മരണത്തിനപ്പുറം എന്ത്? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. എല്ലാം മരണത്തിൽ അവസാനിക്കുന്നു എങ്കിൽ അതിനെ ഒരു കാര്യം പറയണം ഉപമിച്ചിരിക്കുന്നത്. എന്താണെന്നറിയാമോ? കൊലയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്നവന് ലഭിക്കുന്നതായ ഒരു സദ്യ പോലെയാണ് ഈ ലോകത്ത് എത്ര മനോഹരമായ ജീവൻ നയിച്ചിട്ട് നേരെ മരണത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് എന്ന്. പ്രിയമുള്ളവരെ, മരണം വിധിക്കപ്പെട്ടവനെ, കൊലയ്ക്ക് വിധിക്കപ്പെട്ടവൻ്റെ തലേ ദിവസം അവന് ഇഷ്ടമുള്ള ആഹാരങ്ങൾ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കും. അവൻ ചിലപ്പോൾ നല്ല രുചികരമായ ആഹാരം പറയുമായിരിക്കാം, പക്ഷേ അത് കഴിച്ചിട്ട് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? കൊലമരത്തിലേക്കാണ് പോകുന്നത്, തൂക്കുമരത്തിലേക്കാണ് പോകുന്നത്.
ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെയാണ് മരണത്താൽ എല്ലാം അവസാനിക്കുന്നുവെങ്കിൽ ഈ ലോകം എത്ര വർണ്ണശബളമായ ജീവിതം നൽകിയാലും അതുകൊണ്ട് എന്ത് എന്നാണ് ചോദിക്കുന്നത്. ദൈവത്തിന് മഹത്വം. എന്നാൽ ബൈബിള് കൃത്യവും വ്യക്തവുമായിട്ട് അതിന് മറുപടി പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അത് നിത്യതയാണ്, അത് നിത്യജീവനാണ്. ദൈവത്തിന് മഹത്വം. അതാണ് പറയുന്ന അവൻ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് നിത്യജീവൻ ലഭിക്കുകയാണ്. നമുക്ക് വായിച്ചു കേൾക്കാം 3-ാം അധ്യായം 15-ാം വാക്യം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, യേശുവിലൂടെയുള്ള നിത്യജീവൻ. ഇനി വായിക്കാം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ വായിക്കാം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആമേൻ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുകയാണ്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടാണ് 2 പ്രാവശ്യം ആമേൻ എന്ന് പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. 25ഓളം പ്രാവശ്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ ആമേൻ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുന്നതായ വാക്കുകളുണ്ട്. ഉറപ്പായ വാഗ്ദാനമാണ് അവിടെ കർത്താവ് നൽകുന്നത്. അതെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കേണ്ടതായ കാര്യം എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനായ യേശുക്രിസ്തുവിനെ അയച്ചവനായ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ, അതായത് പിതാവിന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. പിതാവായ ദൈവത്തിൽ വിശ്വസിക്കണം, പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും വിശ്വസിക്കുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു പറയുന്ന വാക്കാണ്. പിതാവായ ദൈവത്തെയും പുത്രനായ യേശുവിനെയും അറിയുന്ന, അനുഭവമാക്കുന്ന ജീവിതമാണ് നിത്യജീവൻ എന്ന്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിത്യജീവൻ ആരംഭിക്കുകയാണ് എന്ന്. മരണത്തിനപ്പുറം മാത്രമല്ല, മരണത്തിനപ്പുറമുള്ള നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിത്യജീവൻ അനുഭവമാകുകയാണ് എന്ന്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കണം. ദൈവപുത്രനെ കുറിച്ചുള്ള വചനം കേൾക്കണം. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം കേൾക്കണം. പാപത്തിന് പരിഹാരം വരുത്തിയ യേശുവിനെ കുറിച്ചുള്ള വചനം കേൾക്കണം. ആ യേശു കുരിശിന്മേൽ നമുക്ക് വേണ്ടിയിട്ടാണ് യാഗമായി തീർന്നതെന്ന് വചനം കേട്ടാൽ പോരാ, വിശ്വസിക്കണം. ആ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളണം. ആ യേശുക്രിസ്തു മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റവനാണ്. നമ്മൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കർത്താവ് 1-ാമത് ഉയർത്തെഴുന്നേൽക്കുകയാണ്. മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു. ആ യേശുവിന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. അവൻ ന്യായവിധിയിലാകില്ല, അവന് ശിക്ഷാവിധി ഒഴിവായി കിട്ടും. മാത്രമല്ല, അവൻ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. എന്താണ് അതിനർത്ഥം? മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു എന്നോ? ഏത് മരണത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്? ഏത് ജീവനെ കുറിച്ചാണ് പറയുന്നത്? നിത്യജീവനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ മരണത്തിൽ നിന്ന് എങ്ങനെയാണ് ജീവനിലേക്ക് കിടക്കുന്നത്? അത് 25-ാം വാക്യം കൂടെ വായിക്കാം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവോത്തരന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. മരിച്ചവർ എങ്ങനെയാണ് ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്നത്? മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുമെന്നാണ് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഇപ്പോഴാ നാഴികയിലേക്ക് വന്നിരിക്കുകയാണെന്ന് യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്. മരിച്ചവരെല്ലാവരും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പോവുകയാണ്. കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരികയാണ്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ്? ചവക്കല്ലറയിലുള്ളവർ കേൾക്കുന്ന ശബ്ദത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ വാക്യം അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഈ വാക്യം മരിച്ചവരെ കുറിച്ച് പറയുകയാണ്. എങ്ങനെ മരിച്ചവർ? മരണം 2 വിധത്തിലുണ്ട്. ഒന്ന് ഫിസിക്കൽ ഡെത്ത് ഉണ്ട്, 2 സ്പിരിച്വൽ ഡെത്ത് ഉണ്ട്. ശാരീരികമായ മരണമുണ്ട്, ആത്മീകമായ മരണവുമുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ പറയുന്നത് ആത്മീയമായ മരണത്തെക്കുറിച്ചാണ്. ആത്മീകമായ മരണം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം വായിച്ചു കേൾക്കാം. എവിടെയാണ് ഈ ആത്മീയ മരണം ആരംഭിച്ചത്? അതിന് കാരണക്കാരൻ ആരാണ്? എല്ലാം കൃത്യമായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം വായിക്കാം. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. സ്വന്തം ഛായയിലും രൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ഏദൻ തോട്ടത്തിലാക്കി. അവിടെ തോട്ടം നനപ്പാനും വേല ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ ആക്കി. എന്നാൽ
ദൈവം പറഞ്ഞു, സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം, എന്നാൽ തോട്ടത്തിന് നടുവിലുള്ള നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം മാത്രം തിന്നരുത് ആദാമേ പറഞ്ഞു. ആദാമിനോടൊപ്പം നടക്കുന്ന, ആദാമിന്റെ സാന്നിധ്യം അന്വേഷിച്ച് ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വരുന്നവനായ ദൈവം, ആദാമിനോടൊപ്പം കൂട്ടായ്മ കൂടുന്നവനായ ദൈവം. എന്നാൽ ആദാം ആ വചനത്തെ അനുസരിച്ചോ? അവിടെ സാത്താൻ വരികയാണ്. സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ വരികയാണ്. സാത്താൻ അവൻ ചോദിക്കുകയാണ്, ഈ വൃക്ഷങ്ങളുടെ ഫലങ്ങൾ ഒന്നും തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഹവ്വ പറഞ്ഞു, എല്ലാം തിന്നരുതെന്ന് പറഞ്ഞിട്ടില്ല, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിന്നുന്ന ആളിൽ മരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാത്താൻ പറയുകയാണ്, ദൈവം പറഞ്ഞത് തെറ്റാണെന്ന് വരുവാൻ തക്കവണ്ണം അവൻ വ്യാഖ്യാനിക്കുകയാണ്. നിങ്ങൾ മരിക്കില്ല നിശ്ചയം. അവൻ പറയുന്ന അർദ്ധസത്യമാണ്. ദൈവത്തിന് മുഖത്ത് അവൻ പറയുന്നത് ബോഷ്കാണ്. അവൻ ബോഷ്ക്ക് പറയുന്നതിന് അതിന്റെ അപ്പനുമാകുന്നതാണ് വചനം പറയുന്നത്. അവൻ പറയുകയാണ്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. ദൈവത്തിന്റെ വചനമാണ്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നുള്ളത്. ഹവ്വ തിന്നു, ആദാമിനും കൊടുത്തു. പ്രിയമുള്ളവരെ, അവർ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അവരുടെ കണ്ണു തുറന്നു എന്നാണ് പറയുന്നത്. അവർ നഗ്നരെന്ന് അറിഞ്ഞു. എന്നാൽ അവർ ആത്മാവിൽ മരിച്ചു എന്ന് വ്യക്തമാക്കുന്നതായ വചനങ്ങൾ പിന്നീട് കാണാൻ കഴിയും. എന്താണെന്നറിയാമോ? ആദാം ആ ഫലം തിന്നതിന് ശേഷം 930 വർഷം കഴിഞ്ഞിട്ടാണ് ആദാം മരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞ വചനം അന്വർത്ഥമായില്ലല്ലോ എന്ന്. പ്രിയമുള്ളവരെ, എന്നാൽ ആദാമും ഹവ്വായും ആത്മാവിൽ മരിച്ചു എന്ന് കാണത്തക്കവണ്ണം അവിടെ ചില വാക്യങ്ങളുണ്ട്. അത് വായിച്ചു കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 3-8 വാക്യം. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. അവൻ ഒളിക്കുകയാണ്. അതുവരെ ഒളിക്കാത്ത ആദാം എന്തുകൊണ്ടാണ് ഒളിച്ചത്? ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. പിതാവായ ദൈവവുമായിട്ടുള്ള സഹവാസം നഷ്ടപ്പെട്ടു. അവൻ പാപം ചെയ്ത് ആത്മാവിൽ മരിച്ചപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് ഒളിക്കുകയാണ്, മറഞ്ഞിരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-20 വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. 3-20 വാക്യം ഇങ്ങനെയാണ്: തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിങ്കിലേക്ക് വരുന്നതുമില്ല. പ്രിയമുള്ളവരെ, ആരാണ് ദൈവത്തിൽ നിന്ന് ഒളിക്കുന്നവർ? സുവിശേഷ യോഗത്തിന് വിളിച്ചാൽ പലരും വരാൻ മടിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ? തിന്മ പ്രവർത്തിക്കുകയാണ്, പാപത്തിൽ മരിച്ചിരിക്കുകയാണ്. അവരുടെ കോപം കൊണ്ടാവാം, മദ്യപാന ജീവിതം കൊണ്ടാകാം, വ്യഭിചാര ജീവിതം കൊണ്ടാകാം, മനസ്സ് അശുദ്ധിക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നുണ്ടാകാം, അഹങ്കാരം ഉള്ളത് കൊണ്ടാകാം, ദ്രവ്യാഗ്രഹം ഉള്ളത് കൊണ്ടാകാം, കാപട്യമുള്ളത് കൊണ്ടാകാം, അഭിനയമുള്ള ജീവൻ നയിക്കുന്ന ക്രിസ്ത്യാനി ആയതുകൊണ്ടാകാം, ദേവാലയത്തിൽ പോകുന്നുണ്ട്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുണ്ട്. എന്നാൽ സത്യവചനം പ്രഘോഷിക്കുന്ന രംഗത്ത് വരാൻ ഇന്ന് അനേകർക്ക് മടിയാണ്. എന്താണ് കാരണം? തിന്മ പ്രവർത്തിക്കുകയാണ്, ആത്മാവിൽ മരിച്ചിരിക്കുകയാണ്. അവർ സാത്താനോട് കൂട്ടം കൂടിയിരിക്കുകയാണ്, സാത്താനോട് കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുകയാണ്, അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയും, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നവരായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ളവർ ബോഷ്ക്ക് പറയുന്നവരാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദേവാലയത്തിൽ പോകുന്ന വ്യക്തി പറയുന്നത് എനിക്ക് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടായെന്നാണ്, അല്ലേ? കൂട്ടായ്മയിൽ വരുന്ന വ്യക്തി പറയുന്നത് എനിക്ക് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടായെന്നാണ്, അല്ലേ പ്രിയമുള്ളവരെ? കുടുംബ പ്രാർത്ഥന നടത്തുന്നവർ പറയുന്നത് ഞങ്ങൾക്ക് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടായെന്നാണ്. കൺവെൻഷൻ യോഗങ്ങളിൽ പങ്കെടുക്കുന്നവരും സുവിശേഷ വേല ചെയ്യുന്നവരും പറയുന്നത് ഞങ്ങൾക്ക് ദൈവത്തോടാണ് കൂട്ടായ്മ എന്നാണ്. ഇവിടെ വചനം പറയുന്നു, യോഹന്നാന്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്നു, അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നിങ്ങൾ ബോഷ്ക്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. ദൈവത്തോട് കൂട്ടായ്മ കൂടിയിട്ട് ഇരുട്ടിൽ നടക്കുക എന്ന് പറഞ്ഞാൽ പാപത്തിൽ ജീവിച്ചാൽ നീ കൂട്ടായ്മ സാത്താനോടാണ്, ദൈവത്തോടല്ല. അതുകൊണ്ട് ഇന്ന് അനേക ക്രിസ്ത്യാനികൾ ദേവാലയത്തിൽ പോകുന്നുവെങ്കിലും കുർബാനകളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും നോമ്പും ഉപവാസവും എല്ലാം നോക്കി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും കൂട്ടായ്മകളിൽ വരുന്നുണ്ടെങ്കിലും അനേകർക്ക് പിശാചുമായിട്ടാണ് കൂട്ടായ്മ. കാരണം ജീവിതത്തിൽ പാപത്തോട് യാത്ര പറഞ്ഞിട്ടില്ല, അശുദ്ധമായ ചിന്തകളോട് യാത്ര പറഞ്ഞിട്ടില്ല, അശുദ്ധമായ വികാരങ്ങളോട് യാത്ര പറഞ്ഞിട്ടില്ല. മ്ലേച്ഛത ഹൃദയത്തിൽ തുടങ്ങുകയാണ്, അകം കള്ളന്മാരുടെ ഗുഹയായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്നും ജയമില്ലാത്ത അനേകം പാപങ്ങൾ വരികയാണ്. ഇന്നും അഹങ്കാരത്തിന് അടിമയാണ്. ഇന്നും സ്വയത്തിനും തനിക്ക് താൻ പോരുമനയ്ക്കും സ്ഥാനമോഹങ്ങൾക്കും അടിമയായിട്ട് ജീവിക്കുകയാണ്. അങ്ങനെയാണോ സഹോദര? ആരുമായിട്ടാണ് കൂട്ടായ്മ? ഇവിടെ പറയുകയാണ്, തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കുവാൻ വെളിച്ചത്തെങ്കിലേക്ക് വരുന്നതുമില്ല. അടുത്ത വാക്യം 21-ാം വാക്യം. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിങ്കിലേക്ക് വരുന്നു. സത്യം പ്രവർത്തിക്കുന്നവന് ഒളിക്കേണ്ട ആവശ്യമില്ല.
അവൻ ആത്മാവിൽ ജീവനുള്ളവനാണ്. അവൻ ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവനാണ്. അവൻ മാനസാന്തരപ്പെട്ടവനാണ്. അവൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായവനാണ്. അവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവനാണ്. അവൻ എന്തിനു മറയ്ക്കണം? അവൻ എന്തിനു ഒളിക്കണം? അവൻ ധൈര്യത്തോടെ വെളിച്ചത്തെങ്കിലേക്ക് വരികയാണ്. ഇവിടെ ആദാം ഒളിക്കുന്നു. ഒന്നാമത്തെ തെളിവ് ആദാം ആത്മാവിൽ മരിച്ചു എന്നുള്ളതിന് ഒന്നാം തെളിവ് ആദാം ഒളിച്ചു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 3:10 തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ടു ഒളിച്ചു എന്നവൻ പറഞ്ഞു. എവിടെ നിന്നാണ് ആദാമിന് ഭയം വന്നത്? ആത്മാവിൽ മരിച്ചു എന്നുള്ളതിന് തെളിവാണ് ഭയം. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് ഭയം വരികയില്ല. അവൻ ആത്മാവിൽ കേട് സംഭവിച്ചിട്ടുണ്ടെങ്കിലാണ് ഭയം വരുന്നത്. ഭയമുണ്ടോ? ഇവിടെ ആദാമിനെ ഭയപ്പെട്ട് ഒളിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആദാം തന്നെ പറയുകയാണ്, എനിക്ക് ഒരു കാലത്ത് നിന്നെ സ്നേഹമായിരുന്നു. നീയാണല്ലോ എൻ്റെ സൃഷ്ടാവ്, നീയാണല്ലോ എൻ്റെ അപ്പൻ, നിന്റെ ഛായയിലാണല്ലോ എന്നെ സൃഷ്ടിച്ചത്. എന്നാൽ എനിക്ക് നിന്നെ കാണുന്ന ഭയമാണ്. എനിക്ക് നിന്റെ അടുക്കൽ വരാൻ താല്പര്യമില്ല. എനിക്ക് നിന്നിൽ നിന്ന് മാറിക്കഴിയാനാണ് താല്പര്യം. എനിക്ക് നിന്നെ കുറിച്ച് കേൾക്കുന്നതിന് താല്പര്യമില്ല. എനിക്ക് നിന്റെ വേല ചെയ്യുന്ന കാര്യം കുറിച്ച് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ അടുക്കൽ നീ ഒന്ന് പോകാമോ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അവൻ ഭയപ്പെട്ട് ഒളിക്കുകയാണ്. അടുത്ത വാക്യം അവിടെ പറയുകയാണ്, 10-ാം വാക്യത്തിലും പറയുകയാണ്, ഞാൻ നഗ്നനാണ്. പ്രിയമുള്ളവരെ, അവന് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ കുറ്റബോധം വന്നു. അവന്റെ ലജ്ജ പൊങ്ങി വരികയാണ്. അവൻ പറയുകയാണ്, ഞാനിപ്പോൾ നഗ്നനാണ്, ദൈവമേ എനിക്ക് നിന്നെ കാണണ്ട. ഞാൻ പാപം ചെയ്ത് ഞാൻ ലജ്ജിതനായിട്ട് മാറിയിരിക്കുകയാണ്. അവന് കുറ്റബോധം വരികയാണ്, അവന് പാപബോധം വരികയാണ്. അവൻ ന്യായീകരണം എല്ലാം പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. 3-ാം അധ്യായം തന്നെ 23-24 വാക്യങ്ങൾ. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവൻ ആത്മാവിൽ മരിച്ചു എന്നുള്ളതിന്റെ 4-ാമത്തെ തെളിവ്, ദൈവം അവനെ പുറത്താക്കി. അവന് കിട്ടുകയില്ല പർദീസ, അവന് സ്വർഗം കിട്ടുകയില്ല. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഏതെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എസെക്കിയേൽ പ്രവാചക പുസ്തകം പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് പറയുന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണ്. അത് ആത്മാവിന്റെ മരണത്തിലേക്കാണ് ചെന്ന് അവസാനിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ പിന്നെയും ജീവിക്കുമായിരിക്കാം, ഈ ലോകത്തിൽ പദവികളെല്ലാം ഉണ്ടായിരിക്കുമായിരിക്കാം, ഈ ലോകത്തിൽ മനുഷ്യർ ബഹുമാനിക്കുമായിരിക്കാം, സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുമായിരിക്കാം, പല പദവികളും കിട്ടുമായിരിക്കാം. പക്ഷെ നീ ആത്മാവിൽ മരിച്ചിരിക്കുകയാണെങ്കിൽ നിനക്കായിട്ട് ഒരിക്കലും നിത്യജീവൻ കിട്ടുകയില്ല. സ്വർഗം നിനക്കായിട്ട് തുറക്കുകയില്ല. പരിശുദ്ധന്മാരുടെ നിരയിലേക്ക് നിനക്ക് പ്രവേശനം കിട്ടുകയില്ല. അല്ലയോ സഹോദര, മരണത്തിനപ്പുറം എൻ്റെ ആത്മാവ് എവിടെ ചെല്ലുമെന്ന് ഇവിടെ വെച്ച് തന്നെ ഉറപ്പാക്കേണ്ടതാണ്. 5-ാമത്തെ കാര്യം, അവനോട് കർത്താവ് പറഞ്ഞു, നീ പൊടിയാവുന്നു, അതാമേ നീ പൊടിയിലേക്ക് തിരികെ ചേരും. അവൻ പാപം ചെയ്തത് മൂലം ആത്മാവിൽ മരിച്ചു എന്ന് മാത്രമല്ല, അവൻ്റെ ഫിസിക്കൽ ഡെത്ത്, അവന് ശാരീരികമായ മരണം സംഭവിക്കുകയാണ്. ആദാമാണ് പാപം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ആദാം മൂലമാണ് മരണവും ഈ ലോകത്തിൽ വന്നത്. ആത്മീയ മരണം മാത്രമല്ല, ശാരീരികമായ മരണവും ഈ ലോകത്തിലേക്ക് വന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവോട് പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വന്നിരിക്കുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന്. ദൈവത്തിന് മഹത്വം. പ്രിയമുള്ളവരെ, നാം ആത്മാവിൽ മരിച്ചവരോ? ധൂർത്തപുത്രൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നപ്പോൾ അവനെ കുറിച്ച് അപ്പം പറഞ്ഞു, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു. വാസ്തവത്തിൽ അവൻ മരിച്ചിരുന്നോ? ഇല്ല. അവൻ അരുതാത്ത പ്രവൃത്തികളിലേക്ക് പോയി, അവൻ ദുർനടപ്പിലേക്ക് പോയി, അവൻ്റെ ശരീരം വേണ്ടാദിനങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു. ശരിയാണ്, അവിടെ ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു എന്ന് പിതാവ് പറയാൻ കാരണം അവൻ ആത്മാവിൽ മരിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. ആത്മാവിന്റെ മരണത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ എൻ്റെ മകൻ ആത്മാവിൽ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ മാനസാന്തരപ്പെട്ട എന്നോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇവൻ വന്നില്ലേ, ഇവൻ പശ്ചാത്തപിച്ചു വന്നില്ലേ, ഇവൻ അനുദപിച്ച് എൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നില്ലേ, ഇതാ അവൻ ജീവൻ പ്രാപിച്ചിരിക്കുകയാണ്. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുകയാണ്. ധൂർത്തപുത്രനെ നോക്കി പറഞ്ഞതാണ്. ഒരിക്കൽ സക്കായി യേശുക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം കേട്ടപ്പോൾ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടു, അവൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ തിരുത്തി. അപ്പോൾ കർത്താവ് പറഞ്ഞു, അന്യായമായി സമ്പാദിച്ചത് മുഴുവനും ഞാൻ 4 ഇരട്ടി പകരം കൂടെ ചെയ്യുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ധനത്തിൽ പിശാച് അവകാശം പറയുന്നുണ്ട് എന്ന് യേശുവിനോടൊപ്പം നടന്നപ്പോൾ അവന് മനസ്സിലായി.
അവൻ്റെ വരുമാനത്തിൽ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കൂ, നിങ്ങളുടെ വീട്ടിലെ ഉപകരണങ്ങളിലേക്ക് നോക്കൂ, നിങ്ങളുടെ പോക്കറ്റിലേക്ക് നോക്കൂ, നിങ്ങളുടെ പേഴ്സിലേക്ക് നോക്കൂ, നിങ്ങളുടെ പണപ്പെട്ടിയിലേക്ക് നോക്കൂ, നിങ്ങളുടെ സാമ്പത്തികമായ രംഗങ്ങളിലേക്ക് നോക്കൂ, നിങ്ങളുടെ സമ്പത്തിലേക്ക് നോക്കൂ. നിങ്ങൾക്ക് അർഹതപ്പെട്ടതല്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സഹോദര, നിന്റെ ആത്മാവ് മരിക്കാൻ അത് മുഖാന്തരമാകും. സക്കായി ഉണ്ടായിരുന്നു, അവൻ ദ്രവ്യാഗിരിയായിരുന്നു, അവൻ അന്യായമായിട്ട് സമ്പാദിച്ചവനായിരുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടപ്പോൾ, യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടപ്പോൾ അവൻ അത് വലിച്ചെറിയാൻ തയ്യാറായി. ഒരിക്കലും ഒരു നിത്യജീവൻ ചോദിച്ചു വന്ന ഒരു യുവാവ് അവനോട് സമ്പത്തുള്ള നിനക്ക് ആശ്രയമുണ്ട്, നീ അത് വിടണമെന്ന് പറഞ്ഞപ്പോൾ അവൻ യേശുവിനെ വിട്ടിട്ട് സമ്പത്തിന്റെ പിന്നാലെ പോയപ്പോൾ ഇതാ അല്പം കഴിഞ്ഞപ്പോൾ ഇതാ ഒരു സക്കായി വരികയാണ്. അവന് സമ്പന്നനായിരുന്നു, ധനവാനായിരുന്നു. പക്ഷെ അവൻ്റെ സമ്പത്തിനേക്കാൾ വില യേശുവിന് നൽകി. അപ്പോൾ കർത്താവ് പറഞ്ഞു, സക്കായി, നീ അബ്രഹാമിൻ്റെ മകനായിട്ട്, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ മകനായിട്ട് മാറിയിരിക്കുകയാണ്. നീ കാണാതെ പോയവനായിരുന്നു, നീ മരിച്ചവനായിരുന്നു, ഇപ്പോൾ നിന്നെ എനിക്ക് തിരികെ കിട്ടിയിരിക്കുകയാണ് എന്ന്. ദൈവത്തിന് സ്തോത്രം. സർദീസിലെ സഭയോട് പറയുന്നുണ്ട്, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. എന്താണ്? സർദീസിലെ സഭയ്ക്കൊരു കുഴപ്പമുണ്ട്. ദൈവം പരിശോധിച്ച് നോക്കിയപ്പോൾ അവൻ്റെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായി കണ്ടില്ല എന്നാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യം വായിക്കാമോ? സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നു കൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. പ്രിയമുള്ളവരെ, അതിൻ്റെ അർത്ഥം എന്താണ് പ്രിയമുള്ളവരെ? സർദീസിലെ സഭ രക്ഷിക്കപ്പെട്ട സഭയാണ്, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയാണ്. എന്നാൽ 7 സഭകളിൽ ഒരു സഭയായ സർദീസ് സഭയോട് കർത്താവ് പറയുമ്പോൾ നിന്റെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായി കണ്ടില്ല എന്ന് പറഞ്ഞാൽ, ആ സഭയിലെ വ്യക്തികളിലെ, ആ കൂട്ടായ്മയുടെ പ്രവൃത്തികൾ സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസത്തിനുള്ള പ്രവൃത്തിയല്ല. സ്നേഹമല്ല അടിസ്ഥാനം, സ്നേഹത്തിൽ ചെയ്ത പ്രവൃത്തികളല്ല. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ഞാൻ എനിക്കുള്ളത് മുഴുവനും അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എന്തു പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. സ്നേഹത്തിലാണോ പ്രവൃത്തി? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് പൂർണ്ണതയുള്ളതായിട്ട് കാണുകയില്ല. അതുകൊണ്ട് ജീവനുള്ളവനെന്നും പേരുണ്ടായിട്ട് കാര്യമില്ല. അന്നത്തെ പരീക്ഷന്മാർക്കെല്ലാം ആ പേരുണ്ടായിരുന്നു, ജീവൻ ഉള്ളവനെന്നാണ് പേര്. പക്ഷേ ആത്മാവിൽ മരിച്ചവരായിരുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. സെന്റ് പോള് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയും, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെയും അവൻ ഉയർപ്പിച്ചു എന്ന്. ഹല്ലേലൂയ. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടോ? ഒരു കാലത്ത് പാപത്തിലായിരുന്നു, പാപത്തിന്റെ അടിമയായിരുന്നു, അശുദ്ധിയിലായിരുന്നു, അഴുക്കിലായിരുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ടാണ് പറയുന്നത് പ്രിയമുള്ളവരെ, ഒരു കാലത്ത് ഞങ്ങൾ പാപികളായിരുന്നു. എന്നാൽ കർത്താവ്, കരുണാസമ്പന്നനായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പെരുകിയപ്പോൾ, പാപത്തിന്റെ മേൽ കൃപ വന്നപ്പോൾ, ആ കൃപ എന്ന ദാനം ലഭിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, മരിച്ചവരായിരുന്നു ഞങ്ങളെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവത്തിന് മഹത്വം. ഇന്ന് ആത്മാവിൽ ജീവനുള്ളവരായിട്ട് മാറിയിരിക്കുകയാണ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും ദൈവം ഉയർപ്പിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം, കർത്താവേ, നിന്നെ ഞാൻ സ്വീകരിക്കുകയാണ്, ഒരു മാനസാന്തരത്തിലേക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല, കർത്താവേ, എൻ്റെ ജീവിതം നിനക്കായിട്ട് തരികയാണ്, എൻ്റെ പാപങ്ങളെ ഉപേക്ഷിക്കുകയാണ്, എൻ്റെ യേശുവേ വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് ആത്മാവിൽ മരിച്ചവർ യേശു മുഖാന്തരം ജീവൻ പ്രാപിക്കുന്നത്? എങ്ങനെയാണ് പ്രിയമുള്ളവരെ? ദൈവത്തിന് മഹത്വം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു പറയുകയാണെങ്കിൽ ഞാൻ വാതിലാകുന്നു. രക്ഷയിലേക്കുള്ള വാതിൽ, സ്വർഗത്തിലേക്കുള്ള വാതിൽ, പിതാവിന്റെ അടുക്കലേക്ക് പോകാനുള്ള ഏക വാതിൽ ഞാനാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ മാത്രമേ നിത്യജീവൻ പ്രാപിക്കുകയുള്ളൂ. എന്നിലൂടെ കടക്കുന്നവൻ മാത്രമേ ഈ ഭൂമിയിൽ വെച്ച് ആത്മാവിൽ മരണം മാറി ജീവൻ വരികയുള്ളൂ, ജീവനിലേക്ക് കടക്കുകയുള്ളൂ. എല്ലാവരും ജീവൻ പ്രാപിക്കുന്നില്ല. ഈ വാതിലൂടെ കടക്കുന്നവൻ മാത്രം, യേശു എന്ന രക്ഷയിലൂടെ കടക്കുന്നവൻ മാത്രം. വായിക്കാം. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ഈ പാപം കൊണ്ടിരുന്നതും ആദാമിനെ പാപത്തിൽ വീഴിപ്പിച്ചതും ഇന്ന് അനേകം മാനവജാതിയെ പാപത്തിലേക്കും നരകത്തിലേക്കും തള്ളിയിടുന്നതുമായ ദുഷ്ട പൈശാചിക ശക്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കള്ളൻ,
അവൻ വരുന്നത് മോഷ്ടിപ്പാനാണ്, അവൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനുമാണ്, സകല കുടുംബങ്ങളെയും നശിപ്പിക്കാനാണ്. നിങ്ങൾക്ക് രോഗം കൊണ്ടിരുന്ന അവനാണ്, അല്ലാണ്ട് യേശുവല്ല, ദൈവമല്ല നിങ്ങൾക്ക് അനർത്ഥം കൊണ്ടിരുന്നത്. എന്തെല്ലാം രോഗബാധകൾ ഈ ലോകത്ത് കൊണ്ടുവരുന്നെങ്കിലും, ഏതെല്ലാം വ്യാധികൾ വരുന്നെങ്കിലും, അസുഖത്തിന്റെയോ സാമ്പത്തിക തകർച്ചയോ എന്ത് തന്നെയായാലും അതിന്റെ പിന്നിൽ പിശാചാണ്. നമ്മളെ ക്ലേശിപ്പിക്കുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. നമ്മളെ ദൈവത്തെ പഴിക്കുന്നവരാക്കുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. അവൻ പറയുകയാണ്, അറപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അടുത്ത വാക്യം, അവർക്ക് ജീവനുണ്ടാകുവാൻ. എന്നാൽ യേശു വന്നിരിക്കുന്നത് എന്തിനാണ്? മനുഷ്യർ ആത്മാവിൽ മരിച്ചവർക്ക് ജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ജീവന്റെ ഉടയവനായ ക്രിസ്തു വന്നിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന്. ദൈവത്തിന് മഹത്വം. 5-ാം അധ്യായം 26-ാം വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം തന്നെ 5-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നു, പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളകുമാറ് വരം നൽകിയിരിക്കുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. എങ്ങനെയാണ് ആത്മാവിൽ മരിച്ചവർ ജീവൻ പ്രാപിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, പിശാച് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമാണ് അവൻ വന്നിരിക്കുന്നതെങ്കിൽ ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായിട്ട് നിങ്ങൾക്ക് ജീവൻ തരുവാനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, സ്വന്തം ജീവൻ നൽകിക്കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ജീവൻ പ്രദാനം ചെയ്തത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ പറയുന്നുണ്ട്, 5-ാം അധ്യായം 19-ാം വാക്യം, ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. ആദാമിനെ കുറിച്ചാണ് പറയുന്നത്. ഏകനായ ആദാമിന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. അതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരുമെന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ്? യേശു ക്രിസ്തു എന്ന ഏകന്റെ അനുസരണത്താൽ, ആദാം എന്ന ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ യേശു ക്രിസ്തു എന്ന ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിട്ട് മാറുകയാണ്. 17-ാം വാക്യം വായിക്കാം. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. പ്രിയമുള്ളവരെ, ഏകന്റെ ലംഘനത്താൽ മരണം വന്നുവെങ്കിൽ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ജീവനിൽ വാഴുമെന്ന്. ദൈവത്തിന് മുഖത്ത് എങ്ങനെയാണ് യേശു ക്രിസ്തു നമുക്ക് ജീവൻ തരുന്നത്? സ്വന്തം ജീവൻ കളഞ്ഞുകൊണ്ടാണ്. ഏകന്റെ അനുസരണത്താൽ അനേകരും നീതിമാന്മാരായി തീരും. എങ്ങനെയാണ് അവൻ അനുസരിച്ചത്? ദൈവത്തിന് മഹത്വം. അതിന് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ദൈവത്തിന് മഹത്വം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന്. ദൈവത്തിന് മഹത്വം. നമുക്ക് ജീവൻ തരാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കളഞ്ഞവനായ യേശു ക്രിസ്തു നമുക്കിപ്പോൾ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ തലകളെ വണക്കാം. ദൈവത്തിന് മഹത്വം. ആത്മാവിൽ മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ആർക്കാണ് ജീവനം വേണ്ടത്? ആത്മാവിൽ മരിച്ചവരായിട്ട് പാപം ചെയ്തവരായിട്ട് ആരെങ്കിലും ഇപ്പോൾ എൻ്റെ വാക്കുകളെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ജീവൻ തരാൻ കഴിവുള്ളവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങൾ പറയൂ, കർത്താവേ, എനിക്ക് ആത്മാവിൽ ജീവൻ വേണം. കർത്താവേ, പലവിധ പാപങ്ങളാൽ, കർത്താവെ, സ്വയത്തിന്റെ ചിന്തകളാൽ, അഹങ്കാരത്തിന്റെ ചിന്തകളാൽ, കർത്താവെ, മറ്റുള്ളവരെ വിമർശിക്കുന്ന പാപങ്ങളാൽ എനിക്ക് അനേക വിധമായ പാപങ്ങൾ വന്ന് ഞാൻ ആത്മാവിൽ മരിച്ചിരിക്കുകയാണ്. എന്നാൽ കർത്താവെ, നിന്റെ ജീവന്റെ വചനം കേട്ടപ്പോൾ, എൻ്റെ വചനം കേട്ട് കർത്താവെ, അപ്പ ജീവനിലേക്ക് പ്രവേശിക്കുമെന്ന് അങ്ങ് പറയുന്നുണ്ടല്ലോ. ദൈവപുത്രന്റെ ശബ്ദം കേട്ട് ജീവനിലേക്ക് പ്രവേശിക്കുന്ന കാര്യം കർത്താവെ, ഇപ്പോൾ അങ്ങയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഞങ്ങൾ പാപികളാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾ പാപികളായി ഞങ്ങളെ സ്നേഹിക്കുവാൻ ഈ ഭൂമിയിലേക്ക് മറ്റാരും വന്നിട്ടില്ല കർത്താവെ. ഞങ്ങളുടെ അപ്പന്റെ സ്നേഹം ഞങ്ങൾക്കറിയാം, അതിന് പരിമിതികളുണ്ട്. അമ്മയുടെ സ്നേഹം ഞങ്ങൾക്കറിയാം, പരിമിതികളുണ്ട്. ജീവിത പങ്കാളിയുടെ സ്നേഹവും മക്കളുടെ സ്നേഹവും ഞങ്ങൾക്കറിയാം, അതിന് പരിമിതികളുണ്ട്. ഒരു പരിമിതിയുമില്ലാതെ ആളവറ്റ സ്നേഹം ഞങ്ങൾ അനുഭവിച്ചത് അങ്ങയുടെ ക്രൂശിൻ ചൂട്ടിലേക്ക് വന്നപ്പോഴാണ് കർത്താവെ. നിന്റെ സ്വന്തം രക്തം നീ ചിന്തി കർത്താവെ. നിന്റെ ശരീരം തകർക്കപ്പെട്ടു കർത്താവെ. നിന്റെ അടിപ്പണറുകളാണ് ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്ന കർത്താവെ. ഞങ്ങൾ ഇനി മനസ്സറിഞ്ഞ് പാപത്തിലേക്ക് ഞങ്ങൾ പോവുകയില്ല. ഞങ്ങൾ പാപം ചെയ്യില്ല എന്ന് മാത്രമല്ല, നിന്റെ ഇഷ്ടമനുസരിച്ച് ഞങ്ങൾ ജീവിക്കും കർത്താവെ. ഇവിടെ വെച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ച നിത്യജീവൻ ഇവിടെ വെച്ച് തന്നെ ആരംഭിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തരണമെന്ന് അടികൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്നേഹനിധിയായ കർത്താവെ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും നീ തുടരണമേ കർത്താവെ. അവരെ നീ സന്ദർശിക്കണമേ. അവർ ഉറപ്പുള്ളവരാകുവാൻ, അവർ കുലുക്കമില്ലാത്തവരാകുവാൻ, നിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിട്ട് മാറുവാൻ
പ്രത്യാശയുള്ളവരായിട്ട് മാറുവാൻ, വിശ്വാസത്തിൽ വീര്യമുള്ളവരായിട്ട് മാറുവാൻ, കർത്താവിനെയും മറ്റുള്ളവരെയും സ്നേഹിക്കുന്നവരായിട്ട് മാറുവാൻ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മ അനുഗ്രഹിക്കണമേ. എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. കൂട്ടായ്മ നടത്തുന്നവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വിശുദ്ധ നയിക്കുവാൻ കൃപ തരണമേ. ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകരണമേ. നിന്റെ വലിയ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളിലുള്ള അന്ധകാര ദുരാത്മ ശക്തികളെ നീക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ജയം തരണമേ. സകലതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ ഘട്ടത്തിലും തെരുമാറാകണമേ. ആമേൻ. സ്തോത്രം.